വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം തേജസ്കരിക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവമാണ് അവൻ്റെ രൂപാന്തരം. യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:14. പത്രോസ് പറയുന്നത്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. 2 പത്രോസ് 1:16. രൂപാന്തരപ്പെട്ട യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. മത്തായി 17:2-3, മർക്കോസ് 9:3-4, ലൂക്കോസ് 9:29-30 വാക്യങ്ങൾ. യേശുവിൻ്റെ മഹത്വം ദർശിച്ച പത്രോസിൽ ഒരു ആഗ്രഹം ഉടലെടുത്തു. ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ലൂക്കോസ് 9:33. ഈ മലയുടെ മുകളിൽ ഈ അനുഭവത്തിൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതാ പത്രോസ് പറയുന്നത്. അത്രമാത്രം മനോഹരമായിരുന്നു മഹത്വ ദർശനം. അവർ ദർശിച്ചത് പോലെയുള്ള ഒരു മഹത്വ ദർശനം കർത്താവ് നമുക്കും ഒരുക്കിയിട്ടുണ്ട്. അത് അല്പനിമിഷങ്ങൾ മാത്രമല്ല, എന്നേക്കും ദർശിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ പാർക്കുവാനുള്ള ഭാഗ്യമാണ്. വെളിപ്പാടിൽ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവവുമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വെളിപ്പാട് 21:3-4 വാക്യങ്ങൾ. ആ മഹത്വ ദർശനത്തിനായി ഒരുങ്ങി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മഹത്വ ദർശനം നമുക്ക് 3 ചിന്തകൾ നൽകുന്നുണ്ട്. 1, മഹത്വ ദർശനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് നേരിടുവാനുള്ള കഷ്ടതയെക്കുറിച്ച് യേശു പറയുമ്പോൾ ശിഷ്യന്മാർക്കത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. മത്തായി 16:22. പത്രോസ് കർത്താവിനെ തിരുത്തുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് താൻ ആരാകുന്നുവെന്ന് അവർക്ക് വെളിപ്പെടുത്തി ശിഷ്യന്മാരെ ഉറപ്പിക്കുക എന്നതായിരുന്നു രൂപാന്തരത്തിൽ കൂടി യേശു ചെയ്തത്. ഈ അനുഭവം ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞത്. യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കത്തക്കവണ്ണം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് മഹത്വ ദർശനമാണ്. ഈ ദർശനമാണ് സാധു സുന്ദർ സിംഗിനെ രൂപാന്തരപ്പെടുത്തിയത്. 2, മഹത്വ ദർശനം കഷ്ടതകളെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്നു. മറുരൂപമലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും മുന്നിൽ ചന്ദ്രരോഗിയായ തൻ്റെ മകനെയും കൊണ്ടൊരു പിതാവ് വരുന്നു. ലൂക്കോസ് 9:37-42 വരെ. യേശു അവന് സൗഖ്യം നൽകി. മുമ്പേ താഴ്വരയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ഈ മകനെ കൊണ്ടുവന്നുവെങ്കിലും അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. മഹത്വ ദർശനം ലഭിക്കാതിരുന്ന ശിഷ്യന്മാർക്ക് ഈ പ്രശ്നം നേരിടുവാൻ കഴിഞ്ഞില്ല. മഹത്വ ദർശനം ലഭിച്ച പത്രോസ് സുന്ദരമെന്ന ഗോപുരത്തിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞു. പത്രോസ് അവനോട് പറയുന്നത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക. അപ്പോസ്തലപ്രവൃത്തി 3:6. മഹത്വ ദർശനം ലഭിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയൂ. നമ്മുടെ മുൻപിൽ അനവധി പ്രശ്നങ്ങൾ ഇന്നുണ്ട്. യേശുവിൻ്റെ മഹത്വം ദർശിക്കാത്തിടത്തോളം വിവിധ പ്രശ്നങ്ങളെയും കഷ്ടതകളെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. 3, മഹത്വ ദർശനം പ്രത്യാശ നൽകുന്നു. മഹത്വ ദർശനം നമുക്ക് നൽകുന്ന പ്രത്യാശ, ഒരു നാൾ ഞാനും കർത്താവിൻ്റെ രൂപാന്തര അനുഭവത്തോടെ ഏകീഭവിക്കും, ഞാൻ കർത്താവിനെ പോലെയാകും. ഈ പ്രത്യാശ അനുഭവമാകുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തോടു കൂടിയാണ്. അന്ന് നമുക്കുണ്ടാകുന്ന രൂപാന്തര അനുഭവത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പ് ലേഖനം 3:21.
നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. 2 കൊരിന്ത്യർ 3:18. അതായത് ഒരിക്കൽ നാമും കർത്താവിനെ പോലെ ആയിത്തീരും. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തെയും ഈ മധ്യമായത് അമൃതത്തെയും ധരിച്ച് മരണം നീങ്ങി ജയം നേടുന്ന അനുഭവത്തിലേക്ക് നാമും ചേർക്കപ്പെടും. ആ ഒരു പ്രത്യാശയാണ് മഹത് ദർശനം നമുക്ക് നൽകുന്നത്. ഒരു നാൾ നാം അവനോട് അനുരൂപമായി തീരും. അവനെപ്പോലെ ആയിത്തീരുന്ന ആ നല്ല നാളിനായി നമുക്ക് നോക്കി പാർക്കാം. കർത്താവേ, നിന്നെപ്പോലെയായി നിന്നോടൊപ്പം ആയിത്തീരുന്ന ആ നാളിനായി പ്രതീക്ഷയോടെ കാത്തിരിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.